ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പുത്തനൂരാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ എല്ലാ ഡിസംബറിലും നമ്മുടെ പുത്തനൂരിൽ ഒരു ഫാമിലി റീയൂണിയൻ വെക്കാറുണ്ട്. അപ്പോൾ ഈ വർഷവും നമ്മൾ പുത്തനൂര് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ന്യൂ ഇയറിന് രാത്രി തലേദിവസം രാത്രി നമ്മൾ ചേച്ചിയെ വിളിച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ, അത് ഇന്നാണ് ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി 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 ന്യൂ ഇയർ. നമ്മുടെ ക്യാമറയുടെ പുറകിലുള്ളത് ആരാണെന്ന് നോക്കൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതെ ഗൈസ്, അവന്റെ വിശ്വാസം ഞാൻ നമ്മുടെ ന്യൂ ഇയർ, അതായത് നമ്മുടെ ചേച്ചി വിളിക്കാൻ പോകുന്ന വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് എവിടെയാണ്? അനിയ പുത്തനൂർ. അതെ ഗൈസ്, പുത്തനൂരാണ് ഉള്ളത്. അപ്പോ പാത്ത് വന്നിട്ടുണ്ട്. അപ്പോ നാളെ നമ്മളിവിടെ പുത്തനൂര് ഫുള്ളിലെ പാടം ചിലപ്പോ നാളെ ആയിരിക്കില്ല തോട്ട് പോവാ. നാളെ ആയിരിക്കും. നാളെ വെള്ളം ഉണ്ടെങ്കിൽ നാളെ പോയില്ലേ, അറിയില്ല ഗൈസ്. ഇവിടെ നമ്മള് വരുമ്പോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മള് കുളത്തിലോ തോട്ടിലോ എവിടെയെങ്കിലും പോകും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഒരു ചെറിയൊരു നൈറ്റ് വ്ളോഗാണ് സുഹൃത്തുക്കളെ. ആക്ച്വലി ഇതില് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല ഈ വീഡിയോയില്. നമ്മള് എന്തൊക്കെ ചെയ്യണമെന്നാണ്. അതെ, നമ്മളെന്തൊക്കെ നമ്മള് ചിലപ്പോ ഒരു 7:30 ആകുമ്പോ 7:30 ആകുമ്പോ നമുക്ക് കുറച്ചൊരു ഇവര് സംസാരിക്കാതിരിക്കുമ്പോ നമുക്ക് എന്തായാലും ഇവരുടെ സംസാരത്തിന്റെ കുറെ തന്നെ എന്നാ ബോറടിക്കാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് 99 അയച്ച് കളിക്കാന്ന് വിചാരിക്കുന്നുണ്ട്, ഏട്ടന്മാര് സമ്മതിച്ചാൽ. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെയാണ് പറയാനായിട്ടുള്ളത് സുഹൃത്തുക്കളെ. പിന്നെ നമ്മുടെ ചാനൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? 560 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരുമ്പോ 300 ഇവിടെ നിന്നാണ് നമുക്ക് 300 അടിച്ചത്. നമുക്ക് പോകുന്നതിന് മുമ്പ് 600 അടിക്കാൻ പറ്റുമോ നോക്കാല്ലേ. 300 കൂടി അടുത്ത വർഷം ആകുമ്പോഴേക്കും. അപ്പൊ എന്തായാലും നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. ഓക്കെ, അപ്പൊ എന്തായാലും അത് എനിക്ക് പറയാനുള്ളൂ. ഇനി ഞങ്ങളുടെ ഒരു ലൈക്കാണ് നമുക്കൊരു മോട്ടിവേഷൻ. ഒരു ലൈക്ക് ഈസ് ഈക്വൽ ടു 1 മോട്ടിവേഷൻ. ഓക്കെ, അപ്പൊ എന്തായാലും പുത്തനൊരു വീട് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല തോന്നുന്നു. എന്നാലും നമുക്ക് ഈ റൂമിന്റെ ടൂർ ഒന്ന് കാണിച്ചു കൊടുക്കും. ഒരു ചെറിയ റൂം ആട്ടോ ഇത്. വന്നിട്ട് നമ്മുടെ എൻ്റെ അതായത് ഇവിടുത്തെ എൻ്റെ മാമൻ്റെ അമ്മ കിടന്ന റൂമാട്ടോ ഇത്. ചെറിയൊരു റൂമാണ്. ഒരു ചെറിയൊരു ബെഡ് ഉണ്ട്, പിന്നെ ഒരു ഫാൻ. ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇവിടെ അല്ലേ ഈ ഓട് വീട്ടിൽ കൂടെ സൂര്യപ്രകാശം വന്നിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഒരു ചെറിയൊരു LED ബൾബ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റാൻഡ്, ഇവിടെ അനിയൻ്റെ ഫോണുണ്ട്, ഇവിടെ മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി അന്ന് എന്തോ വെച്ചിരുന്ന, അമ്മൂമ്മയുള്ള സമയത്ത് എന്തോ വെച്ചിരുന്ന, വയ്യാത്ത സമയത്ത് എന്തോ വെച്ചിരുന്നാണ്. പിന്നെ ഇവിടെ ഒരു തട്ടുണ്ട്, ഇവിടെ ഒരു ചെയർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 3 റാക്ക്. ഇതാണ് നമ്മളെ എല്ലാരും വന്നു വെച്ച കിടക്കാനുള്ള തലോണ, ബെഡ്ഷീറ്റ് കാര്യം. ഇത്രയിലാണ് നമ്മൾ എത്ര പേര് കിടക്കുന്നത്? 10-12 ആൾക്കാർ ഈ ബെഡ്ഷീറ്റും സാധനത്തിലൊക്കെ. അതൊരു രസമാണ് ഗൈസ് കിടക്കുക. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ കേട്ടോ. എനിക്കില്ല, എല്ലാവരും ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു വെളിയിലാണ്, എന്നാലും ഒരു എന്തോ പോലെയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അമ്മായി നമുക്ക് ഈ റൂം പോയി. ഈ റൂമിൽ ഫുള്ള് അല്ലേ നമ്മുടെ സാധനങ്ങളൊക്കെയാണ്. സ്റ്റോർ റൂമാണ്. ഇവിടെയാണ് ഞാനും അമ്മയും കഴിഞ്ഞ വർഷം കിടന്നിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് ഇട്ട് അവിടെ ഫുൾ ആക്രി സാധനങ്ങളാണ്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഒരു അലമാറ കാര്യങ്ങള്, ഇതൊക്കെ നമ്മുടെ മുത്തശ്ശന്റെ പഴയ പെട്ടികളാണ്. ചീട്ടുകളൊക്കെ. പിന്നെ ഇത് ഒരു ചെറിയൊരു ഹോളുണ്ട്, ഒരു ചെറിയൊരു TV കണ്ട പണ്ടത്തെ ടൈപ്പ് TV ആണ്. പിന്നെ അത് അടുക്കള. നിങ്ങൾക്ക് പറയണമെന്നല്ലേ, കേൾക്കുന്നുണ്ടോ ആവോ? ഫുള്ള് സൗണ്ടാണ്. ഞാനൊരു മൈക്കും എടുത്തില്ല. ഒരു ചെറിയൊരു അടുക്കളയുണ്ട്, അതൊരു ചെറിയൊരു അടുക്കളയുണ്ട്. ഇവിടെ സിങ്ക് ഉണ്ട്. സാധാരണ ഇവിടെ ആയിരുന്നു സിങ്ക് ഉണ്ട്, പൈപ്പ് അവിടെ ആയിരുന്നു. ഇവിടെ ആയിരുന്നു സിങ്ക് ഉണ്ടായിരുന്നു മുമ്പ്, ഓർമ്മയുണ്ടാ? ഇവിടെ ഒരു ചെറിയ സിങ്ക് ആയിരുന്നു. ഇപ്പം അത് അങ്ങോട്ട് മാറ്റി. പിന്നെ ഡോറൊക്കെ പെയിന്റ് അടിച്ച് ഇവിടെയൊക്കെ സെറ്റാക്കി. ഇവിടെ ചെറിയ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്. അതെ, വാഷിംഗ് മെഷീൻ പുതിയത്, ഇതിപ്പോൾ വാങ്ങിച്ചാട്ടോ, മുമ്പ് വരുമില്ലായിരുന്നു. പിന്നെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ലൈറ്റ് വേണ്ട, ഇതിൽ ലൈറ്റ് ഉണ്ടല്ലോ. ഇവിടെ പുറകെ പോകണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു അലക്ക് കല്ലുണ്ട്, പിന്നെ അരകല്ലുണ്ട്. അപ്പുറത്ത് മറ്റേ അലക്ക് കല്ലുണ്ട്. പിന്നെ ഇവിടെ ഒരു മറ്റേ കുളിക്കാനുള്ള ബാത്റൂമും ഒന്ന് വന്നിട്ട് മറ്റേ ബാത്റൂമും. അതന്നെ, പാമ്പൊക്കെ. ഇവിടെ ഡേഞ്ചർ ആട്ടോ ഗൈസ്. ഇവിടെ ഇപ്പുറത്താണെങ്കിൽ ഫുൾ കാടാണ്. കാടല്ല, ഒരു വൃത്തിയായിട്ട സ്ഥലമല്ല ഗൈസ്, നല്ല സ്ഥലമാണ്. തൊടി പോലത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ നമ്മുടെ വിറക് പോരെയാണ് കേട്ടോ. അവിടെ ചെറിയൊരു ഷീറ്റ് ഇട്ടിട്ട് അയ്യോ, അവിടെയൊക്കെ പാമ്പൊക്കെ ഉണ്ടാവും. നടക്കാൻ കിട്ടി, എനിക്ക് പേടിയാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്, റെയിൻ സ്റ്റോറേജ് പോലെ. മഴ വരുമ്പോൾ പിടിച്ചു വെക്കും. പിന്നെ ഇവിടെ ചെറിയൊരു ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്.
പിന്നെ അവിടെ ഒരു അവിടെ ഒരു വൈപ്പുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഇത്രയൊക്കെ ഇവിടെ ഉള്ളിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഫ്രണ്ട് കാണിക്കുന്നില്ല, അവര് സംസാരിച്ച് വിളിക്കണം, നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മിക്സി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ അല്ലേ, ചെറിയൊരു വീടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ നമ്മൾ റൂം എത്തിയിട്ട് കാണാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ മാമൻ്റെയും അമ്മയുടെയും റൂം. ഇത് വന്നിട്ട് ഒരു ചെറിയ റൂമാണ് അല്ലേ. എല്ലാം ഇവിടെ ഉള്ളതൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു റൂമാണ് കേട്ടോ. ഇവിടെ ഒരു LED ഉണ്ട്. ഇവിടെ മാമൻ്റെ പെട്ടി, സോറി അമ്മയുടെ പെട്ടി. പിന്നെ നമ്മുടെ ബെഡ്, ഈ ബെഡ് കുറച്ച് വലുതാന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് വലുതാണ്, ഡബിൾ ബെഡാണ്. പിന്നെ ഇവിടെ ചെറിയൊരു കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ. പിന്നെ നമ്മുടെ അവിടെയൊക്കെ ഗ്ലാസ് വന്നിട്ട് ജനലൊക്കെ ഗ്ലാസ് ഉണ്ട്. ഇവിടെ കണ്ടോ മരത്തിന്റെ. പിന്നെ കുഞ്ഞൊരു ക്ലോക്ക് ഉണ്ട്, ഒരു ഫാൻ ഉണ്ട്. ഓക്കെ, ഒന്ന് ഡിമ്മ് അതന്നെ, പിന്നെ ഒന്ന് ഇങ്ങനത്തെ LED ബൾബ്. പിന്നെ ഇത് കൂടെ ഒരു ഹോൾ ഉണ്ട്. നീ ഒന്ന് അവിടെ പോയി നിന്നേ. ഈ ഓട്ടക്കൂടെ പക്ഷെ കാണുന്നുണ്ട്. ഓക്കെ, അത് ചിലവിടെയൊക്കെ ഉണ്ട് അതുപോലത്തെ ഹോള് ആന്ന്. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു പൂജാമുറി ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഇവിടെ കാണിക്കാനായിട്ടുള്ളൂ. എന്താ ഒന്നുമില്ല. അപ്പൊ ഇത്രയൊക്കെ ഇവിടെ ഉള്ളൂ അല്ലേ. കാര്യമായിട്ടൊന്നും ചെറിയൊരു വീടാ, പണ്ട് കാലത്തെ വീടല്ലേ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കെട്ടിയിട്ട് എത്ര വർഷം ഉണ്ടാവും? ഒരു 10-50 വർഷം. മുത്തശ്ശൻ മരിച്ചിട്ട് തന്നെ ഇപ്പൊ ഒരു 24 വർഷത്തിന് അടുത്തൊക്കെ നല്ല വഴക്കുണ്ട് കേട്ടോ. 50 വർഷത്തെ പഴക്കമുള്ള വീട്ടിൽ തന്നെ. പക്ഷെ ഇത് ഓട് വീടുകളുടെ പ്രത്യേകത നല്ല തണുപ്പ്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയും, ഇപ്പൊ പുറത്ത് തണുപ്പാണ്, പക്ഷെ ഇതിനകത്ത് ഇരിക്കുമ്പോ ഭയങ്കര തണുപ്പാണ് അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കാൻ പറയുമ്പോ ഒരു ചൂട്. RC വീടുകൾ പൊതുവെ ചൂടാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഓടാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു തണുപ്പ്. പിന്നെ രാവിലെ ആകുമ്പോൾ നമുക്ക് ലൈറ്റിന്റെ ആവശ്യമില്ല, സൂര്യപ്രകാശം, അതൊരു ലാഭമുണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ചിലവിടെ ഈ ഓടിന്റെ മേലെ കമ്പികളൊക്കെ വെച്ചിട്ട് അതിന്റെ മേലെ പലക വെക്കും. അതെ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോ ഇടയ്ക്ക് വ്ളോഗ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കാണിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒറ്റ വീഡിയോയിൽ നമുക്ക് അങ്ങ് ഇടാല്ലേ, എന്നിട്ട് പാർട്ടായിട്ട് നമുക്ക് ഇടാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഹോം ടൂർ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നു. ചെറിയൊരു ഹോം ടൂർ. നമ്മൾ അവിടെ ഒരു റൂമുണ്ട്. പിന്നെ പുറത്ത് നമ്മുടെ ഇവിടെ സിറ്റ് ഔട്ട് പോലൊരു റൂമുണ്ട്. സിറ്റ് ഔട്ട് അല്ല, നമ്മൾ കയറി വരുമ്പോൾ റൂം ഉണ്ടാവില്ല, അതുപോലെ റൂം. അതായത് അവിടെ തെയ്യൽ, പക്ഷെ ഹോളല്ല, തെയ്യൽ മിഷൻ കാര്യങ്ങളൊക്കെ. ഹോളിലാണ് നമ്മൾ പായ വെച്ച് അവിടെ ഇങ്ങനെ കിടക്കും. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ വയസ്സായവരൊക്കെ ബെഡിൽ കിടക്കും, അല്ലാതെ. അപ്പൊ അത്രയുള്ള കഴിച്ച് ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു നമ്മുടെ കുത്തന്നൂർ. പിന്നെ ഊനോ നമ്മൾ രാത്രി ആകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട്, നമ്മളിപ്പോൾ ഫുഡ് നമ്മളൊന്നും ഇവിടെ കുക്ക് ചെയ്യില്ല, നമ്മളൊക്കെ പുറത്തുനിന്നാണ് വാങ്ങിക്കുക. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു 10 മണി 9:30 ആകുമ്പോൾ നമ്മളിവിടെ ഊനോക്കാട് 10-10:30 12 1 മണി വരെ കളിക്കും കഴിച്ചത്. അത് സെറ്റാണ്. അതായത് നമ്മൾ ഈ ഊനോക്കാട് പറയാം, അതായത് സെറ്റ് ഗെയിമാണ്. അപ്പം ഞാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കാണിക്കാം. പക്ഷെ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഒന്നും വീഡിയോ എടുക്കാൻ മറക്കും കഴിച്ചത് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, നമ്മുടെ കുത്തന്നൂർ വീട്ടിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ സുഹൃത്തുക്കളെ. അപ്പം നാളത്തെ പാർട്ടിൽ നമ്മൾ കുത്തന്നൂർ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം ഗൈസ്. ബൈ.